ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യൽ കറി ആട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചു, അതിലേക്കൊരു 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 4-5 ചുവന്ന മുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള ചുവന്ന മുളക് എടുക്കുക. എന്നിട്ട് വറുത്തെടുക്കുക, കരിയാതെ വറുത്തെടുക്കുക. മുളക് വറുത്തെടുക്കാനായിട്ട് നടുവേ ഒന്ന് കട്ട് ചെയ്ത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ തെറിക്കുകയില്ല. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ചിട്ടുള്ള മുളകും ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങ വേണ്ട, നല്ലൊരു 1/2 കപ്പ് തേങ്ങ വേണം. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുകാണ് ചേർത്തി കൊടുക്കുന്നത്. പിന്നെ നല്ല ചെനിഞ്ഞ മാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്തി കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണല്ലേ, അപ്പോൾ ഇതാ ചെനിഞ്ഞ മാങ്ങ ഒരു 1/2 കപ്പോളം ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം അധികം പുളിയില്ലാത്ത തൈരും, നിങ്ങളുടെ പുളിക്കനുസരിച്ച് മാങ്ങയും തൈരും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കുക. നന്നായി അരച്ചെടുത്ത് വന്നിട്ട് ഇനി ഇതിരിയെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിങ്ങനെയല്ല കഴിക്കേണ്ടത്, കുറച്ച് വെള്ളം പോലെയുള്ള കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ മാങ്ങാപ്പെരിക്കാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ മാങ്ങാപ്പെരിക്കാന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണേ. പാലക്കാടുകാരുടെ സ്വന്തം മാങ്ങാപ്പെരിക്കൻ്റെ റെസിപ്പിയാണ്. ഇനി ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും, വേണമെങ്കിൽ ചുവന്ന മുളകിടാം, പേരുള്ളതുകൊണ്ട് ഞാൻ ചുവന്ന മുളക് ഇട്ടില്ല. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിതൊരു ചട്നിയുടെ പരുവത്തിലാണ് ആയിരിക്കണം. അപ്പോൾ ചോറും മാങ്ങാപ്പരിക്കും പപ്പടവും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മാങ്ങയുടെ സീസണൊക്കെ ആയല്ലോ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ.